രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുവനടിയുടെ മൊഴിയിൽ കേസെടുക്കേണ്ടതില്ല എന്ന് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ യുവനടിക്ക് താത്പര്യമില്ല. പരാതിക്കാരിക്ക് താത്പര്യമില്ലാത്ത കേസെടുത്താൽ കോടതിയിൽ തിരിച്ചടിയുണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. യുവനടിയെ കേസിലെ സാക്ഷിയാക്കാനാണ് നീക്കം. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, അങ്ങനെയെങ്കിൽ ഈ കേസ് അതിന്റെ മുന്നോട്ടു പോക്ക് എങ്ങനെയായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്? മുൻപ് തന്നെ പറഞ്ഞതാണ്. അതായത് തേർഡ് പാർട്ടി പരാതികളിൽ മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നത്. പോലീസ് മേധാവിക്ക് ലഭിച്ച 6 പരാതികളിൽ അന്വേഷണം നടക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഡയറക്ട് പരാതിക്കാരോ അതല്ലെങ്കിൽ ഡയറക്ട് തെളിവുകളോ അന്വേഷണ സംഘത്തിന് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി ഒരു വെളിപ്പെടുത്തൽ നടത്തിയ കൊച്ചിയിലെ യുവനടിയെ സമീപിച്ചത് അന്വേഷണ സംഘം. എന്നാൽ ഇവർ ഇക്കാര്യത്തിൽ പ്രാഥമിക മൊഴിയിൽ അത്തരത്തിൽ ചില സന്ദേശങ്ങൾ അയച്ചു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. മാത്രമല്ല ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടും അന്വേഷണ സംഘത്തിന് കൈമാറി. പക്ഷെ അതിനപ്പുറത്തേക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് യുവനടിയുള്ളത്. ഇതിനുശേഷമാണ് ഇവരുടെ മൊഴി, പ്രാഥമിക മൊഴി അത് വെച്ചുകൊണ്ട് കേസെടുക്കാൻ കഴിയുമോ എന്നുള്ള നിയമോപദേശം ക്രൈംബ്രാഞ്ച് തേടിയത്. എന്നാൽ ഇവര് പരാതിക്കാരിയാക്കി കേസെടുത്ത് മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം. പരാതിക്കാരിക്ക് താല്പര്യമില്ലാതെ കേസെടുത്താൽ അത് കോടതിയിൽ നിയമപരമായി നിൽക്കില്ല. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത ചില കേസുകളുടെ കാര്യത്തിൽ മുന്നനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ യുവനടിയെ കേസിൽ സാക്ഷിയാക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം. അങ്ങനെ സാക്ഷിയാക്കിയാൽ തന്നെ തേർഡ് പാർട്ടി പരാതിയിൽ മുന്നോട്ട് കോടതിയിലെത്തുന്ന ഒരു കേസിൽ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് ആശങ്കയുണ്ട്. അനുജ, അതാണ് ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.